സാന്നിധ്യത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 3 പതിറ്റാണ്ടിലേറെ കാലമായി നൃത്തം തൻ്റെ തപസ്യയാക്കി മാറ്റിയ ഒരു കലാകാരിയാണ് മാർഗി ഉഷ. യുനെസ്കോ ലോക പൈതൃക കലയായി അംഗീകരിച്ച കൂടിയാട്ടം, അതിൽ നിരവധി വർഷങ്ങളായി വിവിധങ്ങളായ മാറ്റങ്ങളൊക്കെ വരുത്തി, നങ്ങ്യാർ കൂത്തിൽ നങ്ങ്യാരാട്ടമൊക്കെയാക്കി വിവിധങ്ങളായ മാറ്റങ്ങളൊക്കെ വരുത്തി കൂടുതൽ ജനകീയമാക്കുവാൻ വളരെയധികം പരിശ്രമിക്കുന്ന കലാകാരി ഇന്ന് നമ്മളോടൊപ്പം സാന്നിധ്യത്തിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് നമ്മളേവരുടെയും പ്രിയങ്കരിയായ മാർഗി ഉഷ ടീച്ചറാണ്. ടീച്ചറെ സാന്നിധ്യത്തിലേക്ക് സ്വാഗതം. സ്വാഗതം, സന്തോഷം. വളരെ വർഷങ്ങളായി 3 പതിറ്റാണ്ടിലേറെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ വർഷങ്ങളായി നൃത്ത വേദികളിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വേദിയില്ലാത്ത ദിവസമില്ല. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് ടീച്ചറുടേത്. അപ്പോൾ നിരവധി അനുഭവങ്ങൾ, സന്തോഷം തരുന്നതും ചിലപ്പോൾ മനസ്സിൽ കൊണ്ടിട്ടുള്ള വിഷമം നൽകിയിട്ടുള്ളതുമായ നിരവധി അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കലാമണ്ഡലത്തിലായിരുന്നു നൃത്താഭ്യാസത്തിൻ്റെ തുടക്കം. അതെ അതെ. ചെറുതുരുത്തിക്കാരിയായ ടീച്ചർ എങ്ങനെയാണ് കലാമണ്ഡലം നൃത്ത കേന്ദ്രത്തിലേക്ക് എത്തുന്നത്? ഞാൻ കലാമണ്ഡലത്തിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് കൂടിയാട്ടം തന്നെ പഠിക്കാനായിട്ട് തന്നെയാണ്. അതായത് എൻ്റെ ആശാൻ എന്നെ കൈ പിടിച്ചു കൊണ്ടുവന്ന, ആദ്യമേ അത് പറയാമല്ലോ നമുക്ക്, ആശാൻ, അതായത് പത്മശ്രീ, ഇപ്പോൾ അദ്ദേഹം ഇല്ല, 1 വർഷമായിട്ടുള്ളൂ നമ്മളെ വിട്ടുപോയിട്ട്. അദ്ദേഹമാണ് എന്നെ കൈ പിടിച്ച് കൊണ്ടുവന്നത്. അത് എന്താ പറയാൻ കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കളെ എൻ്റെ ചേച്ചിയാണ് പഠിപ്പിച്ചിരുന്നത്, സ്കൂളിൽ അല്ല ട്യൂഷനൊക്കെ എടുത്ത് പഠിപ്പിച്ചിരുന്നത്. അതെ, ടീച്ചർ 7 മക്കളിൽ ഏറ്റവും ഇളയ പുത്രിയാണല്ലോ. എങ്ങനെയാണ് ആ കുടുംബ സാഹചര്യം? അപ്പോൾ വീട്ടിൽ ആരും കലാപരമായിട്ട് അങ്ങനെ ഇല്ലാന്ന് വെച്ചാലും എൻ്റെ സഹോദരങ്ങൾ 2 പേരും അങ്ങനെ കുറച്ച് നാടകത്തിലൊക്കെ ഇങ്ങനെ ചെറിയ ആള്, പക്ഷെ അതിലൊന്നും പോയില്ല. അവരൊന്നും സാഹചര്യം അങ്ങനെ ശരിയാവില്ലോ. പിന്നെ മൂത്ത ജ്യേഷ്ഠനുണ്ടായിരുന്ന എഴുതുകയൊക്കെ ചെയ്യും, എഴുതും, കവിതയൊക്കെ എഴുതുകയൊക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും പബ്ലിഷറല്ല, പുള്ളി ഇങ്ങനെ ഒതുങ്ങി പോകും. പിന്നെ നല്ല രക്തത്തിൽ ആ ഒരു കലാംശമുണ്ട്. എനിക്ക് എങ്ങനെ വന്നു വെച്ചാൽ, അപ്പൊ ഞങ്ങൾ 7ാമത്തെ പുത്രിയാണ്, പക്ഷെ ഞാൻ എന്താ പറയാ വളർത്തുമല്ലോ അങ്ങനെ. അപ്പോൾ പഠനം 10ാം ക്ലാസ് വരെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അടുത്ത പഠനം എങ്ങനെയാണ് എന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ടാണ്. അന്ന കാലത്ത് കലാമണ്ഡലത്തിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം ആശാൻ നിമിത്തം. അപ്പോൾ ചേച്ചിയും ആശാൻ്റെ പിള്ളേരെ പഠിപ്പിക്കുന്ന കാരണം കൊണ്ട് അപ്പോൾ കലാമണ്ഡലത്തിലേക്ക് അടുത്ത പഠനം എനിക്ക് കലാമണ്ഡലത്തിലേക്ക് ആവാം. അപ്പോൾ വേറെ ഒന്നും, സ്കൂളിലെ പാഠ്യവിഷയത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. പിന്നെ അംഗൻവാടിയിൽ ടീച്ചറൊക്കെ ആയിരുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ ഈ ട്യൂഷൻ അങ്ങനെ എടുക്കും, എല്ലാ സബ്ജക്റ്റും എടുക്കുമായിരുന്നു. അങ്ങനെ ആശാന്റെ മക്കളെ ട്യൂഷൻ എടുത്ത് അങ്ങനെ. അപ്പോൾ ഈ പണ്ട് അന്നത്തെ കാലത്ത് തന്നെ അവർക്ക് അങ്ങനെ എന്താ ഒരു സാഹചര്യം, നമ്മളിങ്ങനെ എന്താ പറയുക, ആ ആശാന്റെ കുടുംബമായിട്ട് നമ്മളായിട്ട് നല്ല അടുപ്പമായിരുന്നു. അപ്പോൾ ടീച്ചറിൽ ഈ ഒരു കലയുണ്ടെന്നുള്ളത് എങ്ങനെയാണ് അറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സത്യത്തിൽ പറയാ വെച്ചാൽ ഈ റേഡിയോ, അന്ന് നമ്മുടെ കാലത്ത് റേഡിയോയിൽ TV ഒന്നും നമുക്ക് ഇപ്പോഴും എനിക്ക് TV ഉണ്ടെങ്കിലും ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം എനിക്കിഷ്ടമായി പാട്ട് കേട്ട്, പാട്ട് മാത്രം, അതായത് ഈ എന്താ പറയുക, റേഡിയോയിലെ പാട്ട് കേൾക്കുമ്പോൾ, അതുപോലെ ഈ നാടകത്തിന്റെ ഓരോ ഭാഗങ്ങളൊക്കെ, അത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ വായിക്കും സമ്പതി വാർത്ത, സംസ്കൃത, അതിന്റെ ഒരു അതൊന്ന് ആ വാർത്തയെന്ന് കേൾക്കുവെച്ചാൽ നല്ല അറിവോട് കൂടിയല്ല കേൾക്കണം, ഇഷ്ടത്തോട് കൂടി. കുട്ടിയായിരിക്കുമ്പോഴേക്കും എനിക്ക് ഇഷ്ടമുള്ളതായി. റേഡിയോ മാത്രമേ നമ്മുടെ വീട്ടിലുള്ളൂ. അപ്പൊ അതുണ്ട്. പിന്നെ പത്രങ്ങളിൽ മാതൃഭൂമി മാത്രമേ, അത് ഇന്നും മാതൃഭൂമി ചിട്ട വീട്ടില്ല. അപ്പൊ അതുണ്ട് സംഗതി. അപ്പൊ അങ്ങനെയാകുമ്പോ ആശാന്റെ അടുത്ത് കൊണ്ടുവിട്ടു, ചോദിച്ചു അപ്പൊ എങ്ങനെയാണ് അത് പഠിക്കണം. അപ്പൊ ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കല്ലേ, 10ാം ക്ലാസ് കോളേജ് പഠിക്കുന്ന കാര്യം എനിക്ക് ഒട്ടും ചിന്തിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഭാഷ, ഞാൻ എപ്പോഴും പറയുന്ന വാക്കാ, എന്റെ മാതൃഭാഷ ഞാൻ വിടില്ല, മലയാളം. എന്നാൽ ഞാൻ വിദേശികളൊക്കെ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ, അതും പറയുന്നില്ല. അപ്പോ ഞാൻ വിടില്ല എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ആശാൻ അന്നൊന്ന് കൊണ്ടുവരൂ, എന്താ പറയും. അപ്പോൾ അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരിയും കൂടിയാണ് ആശാന്റെ മോള്. അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട്. ടീച്ചറിന്റെ സമപ്രായക്കാർ ഞങ്ങൾ ഒരേ ക്ലാസ്, പക്ഷെ അറിയില്ല, നമുക്ക് അറിയില്ല. അപ്പൊ ഇവര് ട്യൂഷൻ എല്ലാവരും എടുക്കും.
അങ്ങനെ ഞങ്ങൾ ആശാൻ എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ആശാൻ പറഞ്ഞു നമുക്ക് ഒരു അപേക്ഷ നൽകൂ കലാമണ്ഡലത്തിൽ. അപേക്ഷ നൽകി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉത്തരം പറയും, എന്ത് പറഞ്ഞാലും തെറ്റാണോ ശരിയാണോ അവർക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനാണ് വീട്ടിൽ ചെറിയതാണെങ്കിലും എല്ലാത്തിനും മുൻകൈയും ഈ വർത്തമാനത്തിലൊക്കെ ചേച്ചിമാരൊക്കെ കുറച്ച് ഒതുങ്ങിയ ആള്, അവരിങ്ങനെ പഴയ ആളുകളല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ആശാൻ്റെ അടുത്ത് ചോദിച്ചു പഠിക്കാൻ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു. കൂടിയാട്ടം ഞാൻ കൂടിയാട്ടം അന്ന് എന്താ എനിക്ക് ഇത്രയൊന്നും കൂടുതലൊന്നും അറിയില്ല, കണ്ടിട്ടൊന്നും വലിയ നിശ്ചയമൊന്നുമില്ല, പക്ഷെ എനിക്ക് കൂടിയാട്ടം പഠിക്കാം. പക്ഷെ ഒരു 15 വയസ്സിലൊക്കെ ഇപ്പൊ പോലും ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും പലർക്കും കൂടിയാട്ടത്തിന്റെ രീതികളോ അറിയില്ല. അപ്പൊ ടീച്ചറിന്റെ മനസ്സിൽ എങ്ങനെയാണ്? സാധാരണ എല്ലാവരും നൃത്തം പഠിക്കുക എന്ന് പറയുമ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, അത്തരത്തിലുള്ള കഥകളി. അതെ, ഇത് എൻ്റെ വീട് എന്ന് വെച്ചാൽ എന്താ സാഹചര്യം എന്ന് വെച്ചാൽ ഒതുങ്ങിയ ഒരു സാഹചര്യം, നമ്മുടെ തന്നെ വല്ല പോഷണമൊന്നുമല്ല. അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ വീട്ടുകാർക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ്. എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഈ കൂടിയാട്ടത്തിൽ അവർക്ക് ചേട്ടനൊക്കെ കലാമണ്ഡലത്തിലേക്ക് എപ്പോഴും പോയി എല്ലാ കുട്ടികൾക്കും എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും വരുമ്പോൾ എൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. ഒരു പാർട്ടിയുടെ ചെറിയൊരു ഇതുണ്ട്. പക്ഷെ ഇന്ന പാർട്ടി പ്രവർത്തനം കോമൺ, ഇന്ന പാർട്ടി BJP അങ്ങനെയൊന്നും ഒരു സാമൂഹ്യ പ്രവർത്തനം. അപ്പം എല്ലാം വരും. അപ്പം അങ്ങനെ ഇതിന് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ട് കലാമണ്ഡലത്തിൽ പഠിക്കാം. അപ്പൊ ടീച്ചർ പഠനത്തിന് മുമ്പ് തന്നെ കലാമണ്ഡലത്തിൽ പോയിട്ടുണ്ടോ? അതുണ്ടല്ലോ, തൊട്ടടുത്തല്ലേ. ഇവിടെ ഇങ്ങനെ കഥകളിയുടെ ആ ശബ്ദം ഇത്ര ഒരു ഇപ്പൊ നമ്മളിപ്പോ റോഡിലേക്ക് അങ്ങോട്ട് ഇത്ര ഒരു 100 മീറ്റർ അത്ര 100 മീറ്ററോ 200 മീറ്റർ അത്രയേ ഉള്ളൂ കഷ്ടി കലാമണ്ഡലത്തിലേക്ക്. അവിടെ കൊട്ടും വാദ്യം എല്ലാം കേൾക്കും, പക്ഷെ കാണാൻ പറ്റില്ല എന്ന് മാത്രം. വലിയൊരു അനുഗ്രഹമല്ലേ? തീർച്ചയായിട്ടും നീളാതീരത്ത് അല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോ അങ്ങനെ കലാമണ്ഡലത്തിൽ അങ്ങോട്ട് ചേർത്ത് സമ്പ്രദായമല്ലേ? അല്ല, ഗുരുകുല സമ്പ്രദായം ആണെങ്കിലും അവിടെ ഒരു അക്കാഡമി ലെവലാണല്ലോ. കാരണം ഗുരുകുലത്തിൽ ഇവിടെ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഇന്റർവ്യൂവിന് ചെയ്തപ്പോൾ ആശാനും ഇപ്പൊ ഇന്ന് പത്മശ്രീ ശിവൻ നമ്പൂരി ആശാനൊക്കെ ഉണ്ടല്ലോ, അന്ന് ശിവൻ നമ്പൂരി ആശാനാന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആശാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ ഇന്റർവ്യൂലൊക്കെ ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു, ആദ്യം ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഉഷാരത്നം എന്ന് പറഞ്ഞു. ഓ രത്നാണല്ലോ, ശരി. അപ്പോൾ കുറേ ബോർഡിൽ കുറേ 10-15 പേരുണ്ട്, അവരൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഭാഗത്തേക്കൊന്നും ഞാൻ നോട്ടം കൊടുക്കില്ല. ഇങ്ങനെ നോക്കിയപ്പോൾ ആശാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് എനിക്ക് എന്തോ പെട്ടെന്ന് ശിവനാശാനെ, പക്ഷെ ഇപ്പോൾ ഞാൻ ശിവനാശാൻ പറഞ്ഞു, അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്കൊരു വലിയ സന്തോഷമായി. കാരണം നല്ല മുഖം മാത്രമല്ല, അദ്ദേഹം നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തെങ്കിലും അറിയുമോ? അപ്പോൾ ശബ്ദത്തിന് ചെറിയൊരു എഡർച്ചി ഉണ്ടല്ലോ ആശാന്, ഒരു ശബ്ദത്തിന് ഒരു പിടുത്തം. അപ്പം എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങനെ മറുപടിയൊക്കെ പറയും. എന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇരുന്നുള്ളൂ. അപ്പോൾ എന്താ പഠിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ കോളേജിൽ പോകേണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു കോളേജിന് ഞാൻ പോവില്ല എന്തായാലും. അവിടെ ഞാൻ പറഞ്ഞു കോളേജിന് ഞാൻ പോവില്ല, എനിക്കത് ഒന്നാമത് എനിക്ക് താല്പര്യമില്ല ആ വിഷയത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ശരി ഞാൻ എന്താ പഠിക്കും. അപ്പോൾ എനിക്ക് കലാമണ്ഡലത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും പഠിക്കും. ഡാൻസിലേക്ക് ഞാൻ നോക്കില്ല, കൂടിയാട്ടത്തിലേക്ക് തന്നെ നോക്കുന്നുള്ളൂ. അത് കാരണം മാത്രമല്ല നമ്മൾക്ക് സംസ്കൃതമായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ട്. അതായത് അച്ഛൻ്റെ കാലത്ത് അച്ഛനില്ല, അച്ഛൻ്റെ അച്ഛൻ ഇങ്ങനെ എഴുത്ത് അഭ്യസിപ്പിക്കുക അങ്ങനെയുള്ളൊരു എഴുത്തിന്റെ ഒരു നിലത്ത് എഴുത്തിപ്പിക്കുക അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള കാരണം ഉണ്ടായിരിക്കും. കൂടിയാട്ടം എന്നൊരു ചോദ്യം കൂടിയാട്ടത്തെ. അപ്പൊ എന്താ ഈ കൂടിയാട്ടത്തിലേക്ക് വരാൻ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ആശാനുണ്ട്. അപ്പൊ ആശാന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ ആശാൻ. അപ്പോൾ ശരി എന്നാ നിന്റെ അടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം, അപ്പൊ നീ പറയ് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാ പറഞ്ഞു ആശാൻ പറയാം. അപ്പോൾ അങ്ങനെ അപ്പോൾ വേറെ കിള്ളിമംഗലം വാസുദേവൻ ഒരുപാടുണ്ട്, അദ്ദേഹമാണ് അതിൻ്റെ ബോർഡിൽ ഇങ്ങനെ ചോദിക്കാൻ, കൂടിയാട്ടത്തിനെ കുറിച്ച് ചോദിക്കാൻ, ഡാൻസിനെ ചോദിക്കാൻ വേറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ എന്താണ് പാട്ട് പാടാൻ അറിയോ? ഞാൻ പറഞ്ഞു പാട്ട് പാടില്ല, ഞാൻ സോങ്ങുകളൊക്കെ ചെല്ലാവുന്നു. സോങ് വെച്ചാൽ കവിതകളൊക്കെ ചെല്ലാവുന്നത്, കവിത ഇഷ്ടമുള്ള കാലമാണ്. അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ സാറുണ്ടായിരുന്നു, അപ്പം മലയാളം സാറുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് 2-3 കവിതകൾ, വള്ളത്തോളിൻ്റെ കവിതകൾ തന്നെ എടുത്ത് ചൊല്ലാനൊക്കെ പറഞ്ഞു, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടോണിൽ അങ്ങ് ചൊല്ലി. അതുപോലെ അന്ന് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ സിനിമയുടെ, സിനിമ ഞാൻ കാണാറുമില്ല, എനിക്ക് നിശ്ചയമില്ല. പാട്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ റേഡിയോയിൽ കേൾക്കില്ല. അപ്പോൾ
എൻ്റെ അടുത്ത് പാട്ട് താളം പിടിച്ച് പാടും. താളം പിടിച്ച് തന്നെ ഞാൻ ശരിക്കും പാടിത്തരാം. അങ്ങനെ വോയിസ് ശരിയാവുന്നു എനിക്കറിയില്ല. അതിന് മുൻപ് ഒരു ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ പാട്ടിലോ? ഒന്നുമില്ല. ഞാൻ ചുമ്മാ അപ്പൊ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ ആ ഒരു പാട്ട് മഞ്ഞിയോരം നീല അങ്ങനെ ആ പാട്ട് പാടി. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ എന്താ പറയുക ഏതെങ്കിലും ഒരു മുഖത്തെ ഭാവങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞു ശിവാശൻ. അപ്പോൾ ശിവാശൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആശൻ കാണിച്ചു തരുമോ, എനിക്ക് ഞാൻ ചെയ്തോളാം, എനിക്ക് അതുപോലെ ഞാൻ പുരികളൊക്കെ പറഞ്ഞാൽ പുരികളൊക്കെ കണ്ണും മിഴിച്ചു. അപ്പം ഞാൻ പണ്ടത്തെ സ്വഭാവം എന്ന് വെച്ചാൽ വലിയ കണ്ണെഴുത്തൊക്കെ ഇവിടെ നോട്ട് ഇതുവരെ കുറി പൊട്ട് അങ്ങനെയൊക്കെയാണല്ലോ. അതുപോലെ കണ്ണൊക്കെ എഴുതിച്ച് കണ്ണിൻ്റെ തടമൊക്കെ ഇളക്കാനാണ് പറഞ്ഞു. അപ്പോഴും ഞാനത് ചെയ്യാറുണ്ടായിരുന്നു. ഒരു ഓട്ടോമാറ്റിക്കലി വന്നു, നമുക്ക് അറിയില്ല കല ഉള്ളിലുണ്ട് ടീച്ചറെ. അപ്പോൾ അതൊക്കെ വന്നു. അപ്പോൾ ശരി എന്നാ ഇനി അത്രയും പോരെ എന്ന് ചോദിച്ചു. അത് മതി. അപ്പോൾ ഞാൻ മെല്ലെ തൊഴുതു പിടിച്ചപ്പോൾ ആശാൻ പറഞ്ഞു പഠിക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇഷ്ടമാണ്, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കോളേജിൽ പോവില്ല. അത് പറഞ്ഞിട്ട് ഞാൻ അപ്പം ശരി അറിയിക്കാം, ഇത് മെയ് 31 ശേഷം അറിയിക്കുന്നുണ്ടാവും. ഡേറ്റ് വരെ കൃത്യമായി ഓർക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവമാണ്. നമ്മൾക്ക് അങ്ങോട്ട് കടന്ന് ആ പടിയിലേക്ക് കടക്കുകയല്ലേ. അതെ. അപ്പോൾ ശരി കാത്തിരുന്നു, അത് ഇത് അയച്ചു തരാം എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ തൊഴുത് ഞാൻ ഇറങ്ങി. അപ്പോൾ അച്ഛനോട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് മെല്ലെ ഇറങ്ങി, എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഇറങ്ങി. അത് കോമൺ ആയിട്ട് നമ്മൾ പറയൂലോ. അങ്ങനെ ഇറങ്ങി അവിടുന്ന് ഞാൻ പോന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടേക്കുള്ള ഇത് വന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഇതിന് ബോണ്ടൊക്കെ തയ്യാറാക്കണം. അത് നമ്മൾ ഇത്ര വർഷം അവിടെ 4 വർഷം കഴിഞ്ഞിട്ടേ ഒന്ന് പുറത്ത് പോരാൻ പാടുള്ളൂ. ആദ്യത്തെ ഡിപ്ലോമ എത്ര വർഷം? 4 വർഷത്തെ. പിന്നെ PG ഡിപ്ലോമ ഒരു വർഷം. അപ്പോൾ മൊത്തം 5 വർഷം അവിടെ കഴിഞ്ഞു. പിന്നെ 2 വർഷത്തെ സ്കോളർഷിപ്പ്. അങ്ങനെ 7 വർഷം അത് അക്കാഡമിയുടെ സ്കോളർഷിപ്പ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ ഇങ്ങനെ കളരിയെ കുറിച്ച് പറയാമല്ലോ. അപ്പോൾ ഞാൻ ഇത് ഇത്ര എനിക്ക് അതാവില്ല. അപ്പം ഇന്നത്തെ അതായത് കളരിയിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഗിരിജ ടീച്ചർ, അപ്പോൾ ഇന്നത്തെ വെച്ചാൽ ഞങ്ങൾ പഠിപ്പിച്ച ടീച്ചറുടെ ശബ്ദമാണ് ഞാൻ കളരിയിലേക്ക് ആദ്യമായിട്ട് കയറുമ്പോൾ ഹോ ദൂ അതാ കേൾക്കണത്. ലളിതയുടെ ഭാഗത്തിലാണ് കേൾക്കണത്. അതൊന്ന് നമുക്ക് ഇവിടെ ആവർത്തിക്കാൻ ഇപ്പൊ സാധിക്കും? ഓർക്കുന്നുണ്ടോ ടീച്ചർ? അതൊക്കെ ഓർക്കുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലളിതയുടെ ഭാഗം അതായത് ശൂർപ്പണാങ്കത്തിലെ ലളിതയാണ് ടീച്ചർ ചെയ്യുന്നത്. എനിക്ക് ഇപ്പം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ഭയങ്കര ശബ്ദം. അപ്പോൾ എൻ്റെ ആ ശബ്ദം കേട്ടപ്പോൾ നോക്കി. അപ്പോൾ അത് അത് ചൊല്ലണോ? ഞാൻ ഒന്ന് ചൊല്ലി. ഹോ ദൂ ജയ് സോ ജേണോ ദാണിം പി പച്ചാദേശ പാരുസോ മം അന്തരേണ ഭാവേ പച്ചാ ആപ്താണോ സഹയം യൗവാ പഗിദിം പടിവജിസം ഇതും ചൊല്ലി കേട്ടാണ് കൊച്ചു ഉഷാരത്നം അങ്ങോട്ട് കടക്കുന്നത്. അങ്ങനെയാണ് കിടക്കുന്നത്. ആ ടീച്ചറുടെ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. അതോടുകൂടി ഇങ്ങനെ കലാമണത്തിലേക്ക് പോയി. പിന്നെ അന്ന് നമ്പ്യാരാശാന്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കയറി അവിടുന്ന് പോവുകയാണ്. അപ്പൊ ആശാനൊക്കെ മുത്തശ്ശനൊക്കെ ദക്ഷിണ വെച്ച് പിന്നെ അവിടെ ദക്ഷിണ വെച്ച് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അത് ആദ്യത്തെ 2 വർഷം താമസിച്ചു അവിടെ കലാമണത്തില് ഹോസ്റ്റലിലൊക്കെ താമസിച്ചു. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന കൂടിയാട്ടം എന്ന് പറയുന്ന കലാരൂപം അതൊരു നാടകവുമായിട്ട് വളരെയേറെ സംസ്കൃത നാടക അഭിനയം തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ച് അപ്പൊ ഈ സംസ്കൃത നാടക അഭിനയത്തിനാണ് അവിടെ പ്രാധാന്യം. നാടകം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഈ ലളിതയുടെ ഭാഗം ഉണ്ട് അഭിനയിക്കുന്ന
ഒരു വാക്ക് കൊണ്ട് നമുക്ക് ഒത്തിരി അഭിനയിക്കാനുള്ള സന്ദർഭമുണ്ട്. ഇതിപ്പോ ഞാൻ ചൊല്ലിയത് പ്രാകൃതത്തിലാണ്. അതിപ്പോ എനിക്ക് ചൊല്ലാൻ പറ്റും, അന്ന് എനിക്ക് ചൊല്ലാൻ അറിയില്ല. കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആയി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, കോളേജിൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ടീച്ചറിന് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നില്ല? അത് തീർച്ചയായിട്ടും കോളേജിൽ പഠിക്കുക വെച്ചാൽ അത് മാത്രമേ പഠിക്കുള്ളൂ. പക്ഷെ ഞാൻ വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ആ ടൈമിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഹിന്ദിയുടെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഹിന്ദി, ടൈപ്പ് റൈറ്റിംഗ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ. അതായത് ടൈപ്പ് റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇന്നിപ്പോ ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല. ഹിന്ദിയുടെ വിദ്വാൻ വരെ, അതായത് വിശാരദ് ഉത്തരാർദ്ധ വരെ എത്തി, വിദ്വാൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞത്. പക്ഷെ എനിക്കിഷ്ടം ഇതോട് തന്നെയാണ്. കൂടിയാട്ടത്തിലേക്ക് അപ്പൊ അങ്ങനെ ഞാൻ കളരിയിലേക്ക് ദക്ഷിണ കൊടുത്തു, എല്ലാവർക്കും ദക്ഷിണ കൊടുത്തു. അങ്ങനെ കളരിയിൽ പ്രാരംഭം തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അഭിവാദ്യം ചെയ്യുക, അങ്ങനെയുള്ള ചടങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇരുത്തി കണ്ട് സാധകം ചെയ്യിക്കുക. എന്തൊക്കെ ടീച്ചർ ചെയ്യിക്കുന്നത്? അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മളെ എന്തെങ്കിലും കൊണ്ടുവരണല്ലോ, എല്ലാവർക്കും താല്പര്യം അങ്ങനെയല്ല. ഇപ്പം അവിടെ നിന്നായിരുന്നു നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കില്ലല്ലോ, അതുപോലെ ഒരു ബുദ്ധിമുട്ട്. എൻ്റെ ബാച്ചിൽ എന്താ പറയുക, പ്രസാദ് പറഞ്ഞൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു, ധന്യാദേവി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോൾ രംഗത്തില്ല, അവരൊക്കെ വേറെ മേഖലകളിലേക്ക്. ഞാൻ മാത്രമേ അതിൽ നിന്നുള്ളൂ. അപ്പോൾ വന്നപ്പോൾ നമ്മളുടെ അടുത്ത് ചമ്രം പടിഞ്ഞിങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് നേരം ഒന്ന് കണ്ണിങ്ങനെ കയ്യൊക്കെ കെട്ടിയിട്ട്, അപ്പോൾ നമ്മൾ കൈ കെട്ടാനൊക്കെ ആ കാര്യത്തിനൊക്കെ ഒത്തിരി നല്ല ചെയ്യുമായിരുന്നു. അപ്പോൾ കണ്ണൊക്കെ മിഴിക്കാൻ പറഞ്ഞു, മിഴിച്ച് പിന്നെ പതുക്കെ ഇളക്കാൻ പറഞ്ഞു. ഇതാണോ ടീച്ചർ കണ്ണ് സാധകം? ഇതാണ് കണ്ണ് സാധകം. അപ്പം ഇങ്ങനെ അത് ഈ സാധകം ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാത്തിനും സാധകം ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്കത് നമ്മുടെ എന്താ പറയുക വഴക്കം വരുള്ളൂ. അപ്പം ഇങ്ങനെ കണ്ണ് സാധനം. അപ്പോൾ ടീച്ചർ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചു തരും, ഈ കൈയിനനുസരിച്ച് ഇങ്ങനെ പോകണം. കണ്ണ് കൃഷ്ണമണി ചലിപ്പിക്കണം. ചലിപ്പിക്കണം, പതുക്കെ ചലിപ്പിക്കണം. ഇപ്പം ഞാൻ നോക്കാം, ഞാൻ അങ്ങനെ ടീച്ചർ ഇങ്ങനെ കാണിച്ചു വരുമ്പോൾ കണ്ണ് മിഴിച്ചു, ഇന്ന് നിവർന്ന് അവിടെ ഇരിക്കണം. എന്നിട്ട് പതുക്കെ കണ്ണ് പോകണം, പതുക്കെ കണ്ണ് പോകണം, ഇതേപോലെ. ഇത് ഒന്നാം താളത്തിൽ, ഇത് ഒന്നാമത്. ഇനി ഇത്രയും കൂടി വേഗത്തിൽ ഇവിടെ വന്നു, ഇത്ര വേഗത്തിൽ ഇങ്ങനെ പോവും. ഇത് തന്നെ വീണ്ടും ഇത്രയും സ്പീഡിൽ, ഇത്രയും സ്പീഡ്, പിന്നെ നല്ല സ്പീഡിൽ. അങ്ങനെ ഓരോന്ന്, അതായത് റാ ഇളക്കണം, ചന്ദ്രക്കല, അതുപോലെ റൗണ്ട് വട്ടം, പിന്നെ കോണോട് കോണ്, പിന്നെ ഇങ്ങനെ, പിന്നെ 8 ഇളക്കണം. ഏതിലുണ്ടല്ലോ 8, അതുപോലെ 8 ഇളക്കണം, പിന്നെ നേരെ. അപ്പം ഈ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഞാൻ ഒന്നിലേക്ക് ഇങ്ങോട്ട് മുന്നിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ കണ്ണ് സാധകം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ നങ്ങ്യാർകൂത്താണ് ബേസ്. ഇപ്പം നമ്മൾ നങ്ങ്യാർകൂത്തിലേക്ക് പോകണം. അപ്പം അഭിവാദ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞു. കണ്ടതല്ല, അതെ, അഭിവാദ്യം ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ വന്ന് രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സമ്പ്രദായം കൈ കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഇപ്പോൾ കൈ കെട്ടിയിട്ട് കാണിക്കാം. അപ്പോൾ ഈ കണ്ണ് ഇളക്കണത് ത്രേം 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 ത്രേം, ധേ കാ താ കാ താ കാ, ധേ കാ താ കാ താ കാ താ, ഋധും ത്രേം താ റേ ഹാ താ ത ധേ, ഋതും തദാ ഋതും തദാ താ താ റേ ഹാ താ റേ ഹേം. അപ്പൊ ഇതിന് വേണ്ടി പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഇതല്ല, ഇത് ആദ്യം പഠിപ്പിച്ചല്ല, ഇതിങ്ങനെ അങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് 8 വരെയൊക്കെ പഠിപ്പിച്ച് നേരെയൊക്കെ പഠിപ്പിച്ച്, അതായത് ഓരോന്ന് ലൈൻ പഠിപ്പിക്കും, ഓരോ പ്രാവശ്യം ഓരോ മാസത്തിൽ ഓരോന്ന് 2 വീതമൊക്കെ പഠിപ്പിക്കുള്ളൂ. അത്രയ്ക്കും ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ചമ്രം പടിഞ്ഞിരുന്ന് കണ്ണ് സാധനം ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ഫേസ് മൂവ്മെന്റ്, അതായത് മുഖസാധകം, കണ്ണ് സാധകം, മുഖസാധകം, പുരികളക്കും, ഇങ്ങനെ പുരികളക്കും, കണ്ടെത്താടം. ഇതും ചെയ്യണം, കവളകളക്കണം. അത് കഥകളിക്കും ഉണ്ടെന്ന്. അത് കൂടിയാടുന്ന മെയിൻ. ഇപ്പൊ കഥകളിയിൽ അത് ചേർത്തു. ഇത് ഏറ്റവും ബേസ് അടിസ്ഥാനം ഏതിന്റെയും. പിന്നെയാണ് അങ്ങോട്ട് പോകുന്നത് കലകളും. അപ്പോൾ കവളിളക്കി, പിന്നെ ഇവിടെ ഇങ്ങനെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫേസിലത്തെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്യിലത്തേണ്, പിന്നെ താഴ്ന്നു നിൽക്കണം. കയ്യിൻ്റെ കുഴ ഇളക്കണം. കയ്യിൻ്റെ കുഴ അങ്ങനെ ഇളക്കി അവിടെ നിൽക്കുക. കാലിൻ്റെ പാദം ഇപ്പം നമ്മൾ ഇരിക്കുന്ന കാരണം കൊണ്ട് കാണിക്കില്ല. ഇപ്പം 2 കാലും അപ്പുറം ഇങ്ങനെ. കഥകളിക്ക് അങ്ങനെ തന്നെയല്ലേ? കഥകളിക്ക് ഇങ്ങനെയാണ്, മോഹിനിയാട്ടത്തിനും ഇങ്ങനെ. അപ്പോൾ അത് കഥകളിക്കാച്ചാൽ കുറച്ചും വൈഡാവും. അതെ.
മോഹിനിയാട്ടത്തിന് കുറച്ചും കൂടി നമുക്ക് ചേർന്നിട്ടാണ് നല്ലോണം ഒതുങ്ങും. നമ്മുടെ ഈ അളവ്, നമ്മുടെ ഈ കാലിന്റെ ഏകദേശം ഒരു അരമണ്ഡലത്തിന്റെ മട്ട് തന്നെ വരും അരമണ്ഡലത്തിൽ നമുക്ക് ഭരതനാട്യത്തിന്റെ. നടു നിവർന്ന് ഇങ്ങനെ ഇപ്പൊ ഇരിക്കുന്നത് നടു നിവർന്ന് അടുത്ത് കയ്യിന്റെ നേരെ നോക്കണം. ഇങ്ങനെ തന്നെ നോക്കി എന്താ പറയുക, ഓരോ ഇതിങ്ങനെ ഇളക്കണം, പിന്നെ ഇത് ഇളക്കണം, പിന്നെ ഇതങ്ങനെ അങ്ങനെ ഇളക്കി ഇളക്കി ശീലിക്കണം. അങ്ങനെ അതോടൊപ്പം തന്നെ നമ്മൾ ശ്ലോകം ചൊല്ലാൻ പഠിക്കണം. പറയുന്ന ശ്ലോകങ്ങളെല്ലാം തന്നെ കൂടിയാട്ടത്തിലായാലും നങ്ങ്യാർകൂത്തിലാണെങ്കിലും എന്ത് കഥയെ അടിസ്ഥാനമാക്കിയാണ് ഏറെയും കണ്ടുവരുന്നത്? അത് ഇപ്പം മഹാഭാരതം രാമായണം തന്നെയാണ്. പക്ഷേ അതില് നമുക്ക് ബേസായിട്ട് നമ്മൾ കുറെ ശ്ലോകങ്ങൾ പഠിക്കുന്നത് ഭഗവതി പൗര. അപ്പൊ അത് നമ്മൾ കുറെ ധ്യാന ശ്ലോകങ്ങൾ, നമുക്കറിയാലോ ഇപ്പോ ധ്യാന ശ്ലോകങ്ങളൊക്കെ, അങ്ങനെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരും. പിന്നെ അല്ലാതെ അത് ചിട്ടയായിട്ട് ഇപ്പൊ മൂകാംബിക നമുക്ക് ദേവിയെ നമ്മൾ സ്തുതിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു 6-7 ശ്ലോകങ്ങൾ നമുക്ക് ബേസായിട്ട് പോയാൽ നമുക്ക് ആ ശ്ലോകം ആ സ്വരം നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ 20 കൂടിയാട്ടത്തിന്റെ അനുസരിച്ച് നമ്മൾക്ക് ഒരുപാട് വഴി വിട്ടു പോയി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതിന്ന് ശ്ലോകം പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ശ്രീകണ്ഠി എന്ന സ്വരത്തിലാണ്. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യും, മംഗളകാര്യങ്ങളല്ലേ, തുടക്കത്തിന് നിർവിഘ്നമായിട്ട് ചെയ്യാനൊക്കെ ആയിട്ടല്ലേ നമ്മൾ ആദ്യം അതെ സരസ്വതി ഗണപതി എന്നായിട്ട്. അപ്പോൾ ചൊല്ലാനായിട്ട് ടീച്ചറുകൾ ചൊല്ലിപ്പിക്കും. ഇത് സ്വരത്തിന് ഓരോരോ സ്വരത്തിലും ചൊല്ലിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മളെ താഴ്ന്നു നിർത്തി മറയൽ ക്രിയ എന്ന് പറയും. ടീച്ചർ, അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കൂടിയാട്ടം എന്ന് പറയുന്നത് വേദിയിൽ 2-3 കലാകാരന്മാർ ഒരുമിച്ച് നിന്ന് ചെയ്യുന്നതാണല്ലോ. അതെ, കൂടിയാട്ടത്തിലാവുമ്പോ മിനിമം 3 പേരെങ്കിലും വേദിയിൽ കാണും. ചില രംഗങ്ങളിൽ മാത്രം ചിലപ്പോ അല്ലേ? അതെ, അതായത് കൂടിയാട്ടത്തിൽ ഏതാണ് കഥാപാത്രം. ഇപ്പോൾ നമ്മളൊരു സുഭദ്രാധനഞ്ചി എടുത്തു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടീച്ചറുടെ മറ്റേ ലളിതയുടെ, അതായത് അതിൽ 3 കഥാപാത്രങ്ങളിൽ 5 കഥാപാത്രങ്ങളുണ്ട്. ഏത് ശൂർപ്പണഖത്തിൽ, അതായത് ശ്രീരാമൻ സീത, ആദ്യത്തെ അരങ്ങിൽ ശ്രീരാമൻ സീത. പിന്നത്തെ വരുന്നു ഈ ലളിത വരികയാണ് ചെയ്യണത്. ലളിത സുന്ദരിയായിട്ട് ശ്രീരാമനെ ഇങ്ങനെ എന്താ പറയുക, ഈ ലളിത, അതായത് ഈ ലളിത എന്ന് പറയുന്ന കഥാപാത്രം ആരാന്ന് വെച്ചാൽ രാവണന്റെ സഹോദരിയാണ്. രാവണന്റെ സഹോദരി ശൂർപ്പണഖ. അപ്പോൾ ഈ ശൂർപ്പണഖ അതിന് പുറകോട്ട് പോകണം. ഇതാണ് ഈ കൂടിയാട്ടത്തിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ശൂർപ്പണഖയുടെ ഭർത്താവ് വിദ്യുജിഹൻ എന്ന് പറയും. ആ വിദ്യുജിഹൻ, അപ്പോൾ ഈ എപ്പോഴും രാക്ഷസന്മാർ തമ്മിൽ യുദ്ധം ഉണ്ടാവുമല്ലോ. അപ്പോൾ അറിയാണ്ട് തന്നെ ഈ സഹോദരയുടെ ഭർത്താവിനെ നിഗ്രഹിച്ചപ്പോൾ അത് അറിഞ്ഞില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശൂർപ്പണഖ ആ സമയത്തൊന്നും അറിഞ്ഞില്ല. ഭർത്താവിനെ കാണാതെ ഇരിക്കുമ്പോൾ സമയത്ത് അന്വേഷിക്കുകയാണ്. അപ്പോൾ യുദ്ധഭൂമിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ കാണാനില്ല. എവിടെ ആരോട് ചോദിക്കുമ്പോഴും എല്ലാവരോടും ചോദിക്കുമ്പോഴും എൻ്റെ ഭർത്താവിടെ ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല. പിന്നെ പണ്ടത്തെ സമ്പ്രദായത്തിൽ ചൂട്ട് കത്തിച്ച് പോവാന്ന് പറയും. അതിങ്ങനെ വെളിച്ചം കിട്ടാൻ വേണ്ടി ചൂട്ട് കത്തിച്ച് പോണ സമയത്ത് ഓരോ ഈ ശവശരീരത്തിന്റെ അടുത്തും പോയി അന്വേഷിച്ച് വേദിയിൽ കാണിക്കുകയാണ്. അതൊക്കെ അല്ല, അത് നമ്മുടെ മനസ്സിൽ അത്. അപ്പോൾ ഇതിങ്ങനെ ഒക്കെ നോക്കുമ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. അപ്പോഴാണ് ഒരു തല ഒരു ഭാഗത്ത് ഉടല് ഭാഗത്തായിട്ട്, അപ്പോൾ ഇതിൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവിടെ നിന്ന് കരച്ചിലാണ്. അപ്പോൾ രാവണൻ പറഞ്ഞു, അപ്പോൾ അത് കുറേ ഉണ്ട് കേട്ടോ, കുറേ ഭാഗമുണ്ട്. അപ്പോൾ രാവണൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ ഭർത്താവിനെ കൊന്നാൽ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള പുരുഷനെ നീ സ്വീകരിക്കൂ. ടീച്ചർ, ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ ഒന്ന് ചോദിച്ചോട്ടെ, സാധാരണ രീതിയിൽ സ്ത്രീകൾ വേദിയിൽ വരാറുണ്ടോ കൂടിയാട്ട? പിന്നെ കൂടിയാട്ടത്തിൽ സ്ത്രീകൾ വരും. അത് പഴയ കാലത്ത് സ്ത്രീകൾ അങ്ങനെ വേദിയിൽ പരസ്യമായി വരുന്നത് വളരെ കുറവായിരുന്നു. അത് കൂടിയാട്ടത്തിൽ നിർബന്ധമാണ്. അത് കൂടിയാട്ടം പറയുമ്പോൾ തന്നെ നമ്മൾ കലാമണ്ഡലം പറഞ്ഞപ്പോൾ വന്നുള്ളൂ. അപ്പോൾ കൂടിയാട്ടത്തിൽ ഈ സ്ത്രീകൾ വേണം. ചാക്യാർ നമ്പ്യാർ സമുദായക്കാരുടെ ഒരു കുലത്തൊഴിൽ. അപ്പം അന്നേ വേണം കൂടിയാട്ടത്തിൽ. പക്ഷെ കൂടിയാട്ടത്തിൽ അപ്പോഴും സ്ത്രീകൾക്ക് സ്ഥാനം കുറച്ച് കുറവൊന്നും. കാരണം ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം അനുഷ്ഠിച്ചു വരുന്ന ഒരു കലാരൂപമാണല്ലോ കൂടിയാട്ടം. അപ്പൊ അവിടെ സ്ത്രീകൾക്ക് ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കലാരൂപമാണ്. അതിനെ ഏറെ ജനകീയവൽക്കരിക്കുവാനും അതിനെ ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കുള്ളിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനും വളരെയേറെ പേരുടെ പരിശ്രമം, വളരെയേറെ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ വളരെയേറെ പ്രയത്നം ഉണ്ടായത് നമ്മളെ പൈങ്കുളം രാമച്ചക്കാരുടെ ആശാന്റെയാണ്. അതായത് ഗുരുനാഥന്മാരുടെ ഗുരുനാഥനാണ്. അദ്ദേഹമാണ് ഇപ്പൊ ഇന്ന് എന്നെ ഇവിടെ ഇരുത്തിയത്, അല്ലാണ്ട് വേറെ ആരുമല്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞത് അതിങ്ങനെ. അപ്പോൾ അന്വേഷിച്ച് പോകുമ്പോൾ ഭർത്താവിനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ പോയി വേണ്ട, അവിടെ എല്ലാവരും ദേവന്മാരെ ഓരോരുത്തരോരോ അതിനെ പറയുന്നുണ്ട്. അഗ്നി ചൂടാണ്, ഇന്ദ്രൻ ജാരനാണ്, അങ്ങനെ ഓരോരോ വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നത്.
പിന്നെ നേരെ വന്ന് പാതാളത്തിൽ പോയി തൻ്റെ ആൾക്കാർ വേണ്ട, അവനവൻ്റെ ആൾക്കാർ വേണ്ട, ഇത് നാഗങ്ങളാണ്, പിന്നെ നാഗങ്ങളും വേണ്ട, സർപ്പങ്ങളാണ്, അതും വേണ്ട. പിന്നെ എന്താ ഭൂമിയിലേക്ക് അന്വേഷിച്ചപ്പോൾ അങ്ങനെ അന്വേഷിച്ച് ഓരോ കാടും ഒക്കെ തേടി തേടി തരുമ്പോൾ ഗോദാവരി തീരത്ത് ഇവിടെ ശ്രീരാമനും സീതയും, കാരണം അവിടെ വനവാസത്തിന് പോകുന്നതാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് ശ്രീരാമനെ കണ്ടപ്പോൾ ഇഷ്ടമായി, വന്നു അന്വേഷിച്ചു. അപ്പോഴാണ് ഈ രൂപത്തോടു കൂടി പോയ ശ്രീരാമന് ഇഷ്ടാവില്ല, അപ്പം നല്ല സുന്ദരി രൂപത്തിന്. അപ്പം അതാണ് ലളിത എന്ന് പറഞ്ഞത്. അങ്ങനെ അഭ്യർത്ഥന നടത്തണ ആ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതെല്ലാം ചൊല്ലി പഠിപ്പിക്കും. നമുക്ക് ആ ശ്ലോകങ്ങളും അതായത് പ്രാകൃത, സ്ത്രീകൾ ചെല്ലുന്നത് കൂടിയാട്ടത്തിൽ പ്രാകൃത ശ്ലോകങ്ങളാണ് ചെല്ലുന്നത്. പക്ഷേ അരങ്ങത്ത് നങ്ങ്യാർകൂത്തിന് ചെയ്യുമ്പോൾ ശ്ലോകങ്ങൾ തന്നെ, സംസ്കൃത ശ്ലോകങ്ങൾ ചെല്ലണം. ടീച്ചർ അപ്പോൾ 4 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു, 1 വർഷത്തെ അല്ല 3 വർഷത്തെ ഡിപ്ലോമ, പിന്നെ 1 വർഷം 4 വർഷത്തെ ഡിപ്ലോമ കോഴ്സ്, ഒരു വർഷത്തെ ഒരു വർഷം പി ജി അത് കംപ്ലീറ്റ് ആവണേക്കാൾ മുന്നേ തന്നെ സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ 7 വർഷമാണ്. സ്കോളർഷിപ്പ് എന്ത് പഠനത്തിനായിരുന്നു ടീച്ചർ? അത് നങ്ങ്യാർകൂത്തും കൂടിയാട്ടത്തിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ശ്ലോകങ്ങളും പഠിക്കാനായിട്ട്. അതെ, അപ്പൊ അത്രയും ആയതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സ്കോളർഷിപ്പോട് കൂടി ടീച്ചറിന് ആ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമുക്കതൊരു നല്ലൊരു ഇതാണ്. നമ്മൾ വരുന്ന വഴി നമ്മൾ ആദ്യം ഈ വേഷവിധാനങ്ങൾ കണ്ടിട്ടൊരു ഇഷ്ടപ്പെടലുണ്ട്. പിന്നെ നമ്മൾ പഠിക്കാൻ നമ്മൾ സാഹചര്യം പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മളോട് നമ്മൾ സഹകരിച്ച് പോകുന്നത്. അപ്പോൾ അധ്യാപകരാണെങ്കിൽ വളരെ എന്താ പറയുക, പഠിക്കുക, അതായത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങളാണ്, പക്ഷേ പഠിക്കണം. പക്ഷെ വളരെ സംയമനത്തോട് കൂടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ വിടും, പിന്നെ സാഹിത്യം പഠിക്കുക, അങ്ങനെയുള്ള കുറച്ചൊക്കെ. പക്ഷെ പഠിക്കുന്ന സമയത്ത് നല്ല പഠിക്കുക. അത് കഴിഞ്ഞാൽ ടീച്ചർമാരെന്നല്ല ആശാന്മാരായാലും നല്ല സൗഹൃദത്തിൽ വല്ലതും കഴിക്കാനൊക്കെ. അതെ അതെ. ഇപ്പോൾ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയമുണ്ടാകാം, ഈ കലാമണ്ഡലത്തിൽ പഠിച്ച കലാമണ്ഡലം ഉഷ എങ്ങനെയാണ് മാർഗി ഉഷയായി മാറിയതെന്ന്. ആ കഥകളും അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം നമ്മൾ സാന്നിധ്യത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ അറിയിക്കുന്നതാണ്, ചെയ്യുന്നതാണ്. അപ്പോൾ കാത്തിരിക്കുക.